ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ. അപ്പം വലിയ ഗുണങ്ങളുള്ള ഒരു ചെറിയ ഇലയാണിത്. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് പോഷകാഹാരത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻ എ, ഇ, ഇരുമ്പ്, കാൽസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കണ്ണിന് പൊന്നാണ്. ഇത് കഴിച്ചാൽ നമ്മുടെ കണ്ണ് പൊന്നാകും എന്നാണ് പറയുന്നത്. കാരണം ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ചീര ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തോരൻ വെച്ച് കഴിച്ചാൽ നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലം കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ചീരത്തോരൻ വെക്കാനായിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം. അതിനായിട്ട് തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കാന്താരിയും ജീരകവും വെളുത്തുള്ളിയും ചേർത്തൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ കുറച്ച് മതിയാകും, ഇലക്കറിയല്ലേ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന്, വറ്റൽമുളക്, ചെറിയുള്ളി ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തണം. അപ്പം ഈ പാല് കുടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പാലൊക്കെ കുടിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഭക്ഷണത്തിൽ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തിയാൽ അവർക്ക് ധാരാളം ഇതിൽ നിന്ന് കാൽസ്യമൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇലക്കറിയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീര കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ലാസ്റ്റ് ഒരു മുട്ട ചിക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ചീര നമ്മൾ ഒരുപാട് മൂക്കുന്നിടം വരെ ആ ചീര നിർത്തിയേക്കരുത്. ചീര ഒത്തിരി മൂത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇല തോരൻ വയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഒരുപാട് മൂക്കുന്നതിന് മുമ്പേ നമ്മളിത് തോരൻ വയ്ക്കണം. ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിറയെ നമുക്ക് പിടിക്കും. ഇതൊരു രാസവസ്തുക്കളോ ഒന്നും ചേരാത്ത ഒരു നല്ല നമ്മൾ വീട്ടിൽ ഉണ്ടായ ചീരയാണ്.